എൻ്റെ പേര് സിസ്ലി ജോസഫ്. കോതമംഗലം രൂപത കരിമണ്ണൂർ ഇടവക അംഗമാണ്. ഞാൻ 2019 ഡിസംബർ 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 5 നിയോഗങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നത്. എൻ്റെ മോളുടെ കുടുംബ പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത്. 8 വർഷമായി അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് അവർ പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷവും വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കോടതിയിൽ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 28 അപ്പോൾ അതിന് മുമ്പ് ഒരു അനുഭവം തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ജൂലൈ 6-ാം തീയതി ആയപ്പോഴത്തേക്കും മരുമകൻ വിളിച്ചു. അത് കഴിഞ്ഞ് അവർ രമ്യതയിലായി. ഡിസംബർ 30-ാം തീയതി കേസ് പിൻവലിച്ചു. ഈ മാസം അവസാനം അവൻ USA-ലാണ്. അവൻ ഈ മാസം അവസാനം വരികയും മോളെയും കുഞ്ഞിനെയും കൂട്ടി അടുത്ത മാസം ആദ്യം പോകാനും വേണ്ടി അമ്മ അനുഗ്രഹം തന്നു. എൻ്റെ 2ാമത്തെ നിയോഗം, എനിക്ക് 1 വർഷമായിട്ട് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുകയായിരുന്നു. കത്തി വെച്ചും ഒക്കെയാണ് മാന്തിക്കൊണ്ടിരുന്നത്. അതിവിടെ നിന്ന് ഉടമ്പടിയിൽ കിട്ടിയ തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണോ സ്വർഗസ്ഥനായ പിതാവേ നന്മ പറഞ്ഞൊരു ചൊല്ലും ഉപ്പ് വെള്ളത്തിലിട്ട് കുളിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചക്കകം എൻ്റെ ആ ചൊറിച്ചിൽ മാറി കിട്ടി. പിന്നെ ഇവിടെ ഭയങ്കര ഭാരത്തോടെയാണ്, മനസ്സിന് ഭയങ്കര ഭാരത്തോടെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അമ്മയുടെ രൂപം എനിക്ക് പിടിക്കാൻ കിട്ടി. അതോടെ എനിക്ക് ഒത്തിരി ശാന്തതയും സമാധാനവും എൻ്റെ ഹൃദയത്തിനുണ്ടായി. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷിയാണ്. എങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്? കോതമംഗലത്ത് നിന്നല്ലേ വരുന്നത്? അതെ. പറഞ്ഞോ, എങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്? പത്രം കിട്ടി. പിന്നെ അവിടെ സാക്ഷ്യം കിട്ടിയവരുണ്ട്. അവരെന്നോട് പറഞ്ഞു അവിടെ പോയാൽ ശരിയാവും നിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. വലിയൊരു സാക്ഷ്യമാണ്. ഈ അമ്മയുടെ മകളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ആ മകൾക്കൊന്ന് ഫോൺ കൊടുത്തേ, മൈക്ക് കൊടുത്തേ. എന്തായിരുന്നു അനുഭവം? കൃപാസനത്തിൽ അമ്മയാണല്ലോ വന്ന് ഉടമ്പടി. അന്ന് മകൾ വന്നിരുന്നു. മൈക്ക് അടുപ്പിച്ച് വെച്ചാൽ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ഞങ്ങളാകെ തകർന്നാണ് ഇവിടെ എത്തിയത്. മാതാവാണ് ഏക ആശ്രയം ഇനിയുള്ളൂ എന്നാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി വിഷമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇവിടെ അതിനു മുമ്പും വരണമെന്ന് വിചാരിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ മാതാവിനെ അമ്മയ്ക്ക് കിട്ടി. അപ്പം തന്നെ ഒരു വലിയൊരു ആശ്വാസമായി. പിന്നെ ഇവിടുത്തെ ഉടമ്പടി അമ്മ 5 നിയമങ്ങളാണ് വെച്ചത്. അതിൽ ഒരെണ്ണം മാതാവിന് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 5 നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുകയും അതുപോലെ അമ്മയ്ക്ക് ഷുഗറുണ്ട് എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാൻ മാതാവ് അനുഗ്രഹം തന്നു. കൂട്ടത്തിൽ ഞാനും അമ്മയുടെ കൂടെ ഉപവാസം എടുക്കും. അപ്പോൾ അതിന് അമ്മ ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞ അനുസരിച്ച് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാനും അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ ഇപ്പോഴും മുടങ്ങാതെ പ്രാർത്ഥന കൂടുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇപ്പോഴും വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഉപ്പും തൈലവും ഒക്കെ അമ്മ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരും. അങ്ങനെയൊക്കെ ആണ് ഞങ്ങൾക്ക് എനിക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ അമ്മ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ തൈലം അമ്മ എനിക്ക് ഓരോ തുള്ളി കയ്യിൽ പ്രാർത്ഥിച്ചിട്ട് തരും. അത് കുടിക്കുമ്പം എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത്. മാതാവ് തന്നെ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ഒരു അനുഭവം തരണേന്നാണ് അമ്മ പ്രാർത്ഥിച്ചത്. ഡേറ്റ് ഇട്ട് ജൂലൈ 28-ാം തീയതി. അതിന് മുമ്പായിട്ട് തന്നെ മോളുടെ അപ്പം വിളിച്ചു. അതിനുള്ള സാഹചര്യം മാതാവ് ഒരുക്കി തന്നു. ഈ 7 വർഷവും ഫോൺ വിളിക്കാറില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. USA-ലാണ് ഹസ്ബൻഡ്.
2 വർഷമായിട്ട് USA ആൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു സാക്ഷ്യമാണ്. നമ്മൾ നേരിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ശ്രവിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ട് നിസാര പ്രശ്നങ്ങളുടെ പേരിലായിരിക്കാം ഇവർ അകന്നു കഴിയുകയായിരുന്നു. ഫോൺ വിളിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, അതിൽ ഒരു നിബന്ധന എന്ന് പറയുന്നത് 6 നിബന്ധനയുണ്ട്. അതിലൊരു നിബന്ധന എന്ന് പറയുന്നത് ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ കേട്ടു, ഒരു ജോസഫ് അച്ഛനിലൂടെ ഒരു വാക്ക് കേട്ടു, നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. കാരണം അച്ഛൻ അങ്ങനെ പറയാൻ കാരണം 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസന അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയ സന്ദർഭങ്ങളുടെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു സന്ദേശമായിരുന്നു. അതനുസരിച്ച് ഈ അമ്മ ഈ കുഞ്ഞുമകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 28 ആയിരുന്നു. അപ്പോൾ ജൂലൈ 28 ഡേറ്റിന് മുമ്പ് എൻ്റെ ജീവിതത്തിലും ഈ മകളുടെ വിഷയത്തിൻ്റെ മേലൊരു അത്ഭുതം ഉണ്ടാകണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അത് അമ്മ നടത്തിക്കൊടുത്തു. USA നിന്ന് കോള് വന്നു. ഇപ്പോൾ ഓഗസ്റ്റിന് ഇവർ എന്നാണ് തിരിച്ചു പോകുന്നത്? ഓഗസ്റ്റ് 4-ാം തീയതി ഇപ്പോൾ അവർ ഫാമിലിയായിട്ട് സെറ്റിലാകാൻ വേണ്ടി USA പോവുകയാണ്. വലിയൊരു സാക്ഷ്യമാണ്. കാരണം അമ്മ കൂടെ നിന്നാണ് ഈ കുടുംബത്തെ സന്ധിച്ച് കൂടെ നിർത്തിയത്. പുറപ്പാട് 33:14 തിരുവചനം. ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുടെ ഭവനത്തിലേക്ക് ദൈവം കൂടെ കടന്നു വന്നാണ് അത്ഭുതങ്ങൾ നടത്തിത്തരുന്നുള്ള വലിയൊരു അടയാളമാണ് ഈ സാക്ഷ്യം. ഒരിക്കൽ കൂടി കുടുംബം തകർന്ന് ഇതേപോലെ ഒറ്റപ്പെട്ട് നിസാര പ്രശ്നങ്ങളുടെ മേലൊക്കെ അകന്നു കഴിയുന്ന ഒത്തിരി ദമ്പതികൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അനേകായിരം മക്കളാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹാലലൂയ. യേശുവേ സ്തോത്രം. അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.